ഇവരൊക്കെ നാട്ടിൽ വരുമ്പോ പറയും അമേരിക്കയിൽ പൊടിയില്ല, ഈച്ചയില്ല, ഉറുമ്പില്ല എന്നൊക്കെ. ഇവിടെ ഈ 6 മാസം തണുപ്പും കൂടി ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇതെന്താ അമ്മച്ചിയെ ഒറ്റയ്ക്ക് നിന്ന് നൽകി നേരം പറിച്ചത്? ഓ, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരുകയായിരുന്നു. ഓ, എന്ത് പൊടിയാ! അമ്മ അറിഞ്ഞോ നമ്മുടെ പള്ളിയിൽ കുടുംബവർഷം പ്രമാണിച്ച് കാഴ്ചവെപ്പ് തുടങ്ങിയെന്ന്? അതിന് നമ്മുടെ പള്ളിയുടെ കട എല്ലാം വീട്ടിയതാണല്ലോ മോനെ. ആ, അച്ഛൻ കൈ ഒടിയിരുന്നപ്പം ആലോചിച്ചതായിരിക്കും. ആ, നിനക്ക് ഞാൻ കഴിക്കാൻ വരുന്നത് എടുക്കട്ടേടാ. ആ, എന്നാ എടുത്തോ അമ്മച്ചി. ഹലോ. ആ, ഓ നീയായിരുന്നോ? എന്നാടി വിശേഷിച്ച്? ഓ, ഓക്കെ, ശരി. അമ്മച്ചി അവൾ വരാൻ താമസിക്കും കേട്ടോ. ജോലി കഴിഞ്ഞ് അവൾക്ക് ജിമ്മിൽ പോകണമെന്ന്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ എല്ലാ ദിവസവും ജിമ്മിൽ പോക്കാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മുറ്റമടിക്കുന്നതും മുറി തുടയ്ക്കുന്നതും ഒക്കെയായിരുന്നു എക്സസൈസ്. ഇപ്പോഴത്തെ കാലത്ത് കാശ് കൊടുത്ത് ക്ലീൻ ചെയ്യാൻ ആളെ വിളിച്ചിട്ട് കാശ് കൊടുത്ത് എക്സസൈസ് ചെയ്യാൻ പോകും. ആ ക്ലീനിങ്ങിന് ആൾ വരുമെന്ന് പറയുന്നതും ജിമ്മിൽ പോകുന്നൊക്കെ പറയുന്നതൊക്കെ ഒരു സ്റ്റൈലല്ലേ? ആ, നീ മിണ്ടാതിരിക്കും. അവര് കാശ് ഉണ്ടാക്കുന്നു, അവര് കാശ് ചെലവാക്കുന്നു. അതിന് നിനക്കെന്താ? ആ, കാലം പോയ ഓക്കേ. മക്കളെ, ആ നിങ്ങൾ വന്നോ? അമ്മച്ചി, എന്താ കളിക്കാനുണ്ടല്ലോ? ചോറ് മീൻകറിയും തരട്ടെ. വേറെ എന്താ ഉണ്ടോ കളിക്കാൻ? What did you make today? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വല്ലതും ആ ഫ്രീസറിൽ കാണും, പോയി നോക്ക്. മോളെ റോസമ്മേ, അമ്മച്ചി നല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. മോളൊന്ന് കഴിച്ചു നോക്കിക്കേ. ഹായ് അമ്മച്ചി. മോനെ കറിയാച്ച, നിന്റെ പാലൊന്നും കേട്ടില്ല, ഇപ്പൊ ഊരി പോവും. ആ, ജസിമോള് വന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോളെ ഇന്ന് ജോലിയൊക്കെ? എന്റെ അപ്പച്ച ഒന്നും പറയണ്ട, ഭയങ്കര ബിസിയായിരുന്നു ഇന്ന്. അമ്മച്ചി, പിള്ളേരെത്തിയോ? റോസമ്മയ്ക്ക് ചാക്കോച്ചന് ഡാൻസ് ഉണ്ട്. ഡാൻസിന് കൊണ്ടുപോയിട്ട് വരാം.